എല്ലാവർക്കും ഈസി ആൻഡ് ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് മോളിയാണ്. ഫിഷ് മോളി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 600 ഗ്രാം നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ വീതം, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 3 എണ്ണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, നാരങ്ങാനീര് 4 ടേബിൾ സ്പൂൺ, ഒരു തേങ്ങയുടെ 2ാം പാൽ 2 കപ്പ്, 1ാം പാൽ 1 കപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഫിഷ് മാറിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് അരമണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഫിഷ് പീസസ് ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇരുവശവും ചെറുതായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും സവാളയും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് മൂടി വെച്ചിട്ട് ഫിഷ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഫിഷ് പീസസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1ാം പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം കറിവേപ്പിലയും നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർത്ത ശേഷം ഇത് തിളപ്പിക്കരുത്. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.